എടുത്തു പറയാൻ കഥയാണ് കോമഡി ഒക്കെ ഉണ്ടാണ്. കോമഡി തമാശയുണ്ട്. സൂപ്പർ പടം, പാട്ടൊക്കെ അടിപൊളി, സൂപ്പറായിരിക്കുന്നു. അതിലെ സൂപ്പറായിരിക്കുന്നു പടങ്ങളെല്ലാം, എല്ലാം നല്ലതായിരിക്കും. കോമഡി സൂപ്പറായിരിക്കുന്നു. കോമഡി ഒന്നുമില്ല, നല്ല നല്ല ക്വാളിറ്റി ആയിട്ടിരിക്കുന്നു, നല്ല ഇതായിരിക്കുന്നു. ക്രിസ്മസിന് നല്ല ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ക്രിസ്മസിന് നല്ല സിനിമയാണ്, നല്ലൊരു സിനിമയാണ് ക്രിസ്മസിന്. ഇത് ഈ സിനിമയെ പറ്റി പറയുന്നെങ്കിൽ ഞാൻ സാധാരണ സമയം കാണത്തില്ല, പക്ഷെ ഈ ഫിലിമിനെ പറ്റി അറിഞ്ഞപ്പോൾ വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഗംഭീരമായ പ്രമേയമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നല്ലൊരു പ്രമേയം കാഴ്ചവെച്ചു. അതിലുപരി എല്ലാ അഭിനേതാക്കളും അസാധ്യ ഗംഭീരമായിരിക്കുന്നു. അത് നല്ല ഗാനം, നല്ല ഛായാഗ്രഹണം, അത് നല്ല ഫോട്ടോഗ്രാഫി, പ്രകൃതി, പ്രത്യേകിച്ച് ആ മകൻ സോണി അസാധ്യ അഭിനയം. ടോണി അതുപോലെ തന്നെ എല്ലാ രംഗത്തും അസാധ്യമല്ല, ഗംഭീരം. ഇത് കേരളം ഏറ്റെടുക്കും, ഉറപ്പാണ്. നല്ലതായിരുന്നു. ഒരു പ്രത്യേകതര കഥയായിരുന്നു. എല്ലാരും നല്ല അഭിനയമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഉഗ്ര അഭിനയം. എല്ലാരും നമ്മൾ നോക്കിയിരുന്നു പോകും, കണ്ടിരുന്നു പോകും. അതാണ് ലാസ്റ്റ് മൊമെന്റ് വരെ നമുക്ക് എണ്ണിക്കാൻ തോന്നുന്നില്ല. അതാണ് ഏറ്റവും ഒരു പ്രത്യേകത. വളരെ നല്ല പടമായി. അടുത്ത കാലത്ത് കണ്ടത് നല്ലൊരു പടമാണ്. കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു നല്ല പടം. ചെറുപ്പക്കാരാണെങ്കിലും നല്ല അഭിനയമാണ്. വളരെ മെച്യൂരിറ്റിയോട് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഒരു കുഞ്ഞു മൂവി, വലിയ സംഭവമായിട്ട് പറയാനൊന്നുമില്ല, എന്തായാലും വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ടീമുകൾക്കുള്ളൊരു നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻസ് ഉണ്ട്, അത് നന്നായിട്ട് നല്ല വൃത്തിക്ക് നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നി. ആ സീനൊക്കെ നന്നായിട്ട് പുതിയ ആളുകളാണ് ചെയ്തതെന്ന് പെട്ടെന്ന് അങ്ങനെ തോന്നാത്ത രീതിക്കാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിക്ചർ നല്ല പിക്ചറായിരുന്നു. ആ മുത്തു എന്ന കഥാപാത്രം സൂപ്പറായിരുന്നു. ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു പിക്ചറാണ് ഫാമിലി പറയുന്നത്. ആക്ടേഴ്സ് നല്ലൊരു റോള് ചെയ്തു, എസ്പെഷ്യലി ദ ഹീറോയിൻ, പിന്നെ സൈഡ് ആക്ടേഴ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ തീമാണ്. കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു സിമ്പിൾ തീം നമ്മൾ കാണുന്നതാണ്. എസ്പെഷ്യലി നാട്ടിൻ പ്രദേശത്തുള്ള കാര്യങ്ങളും, പിന്നെ നല്ല മ്യൂസിക് ആയിരുന്നു. 2 സോങ്സ് ഉണ്ടെങ്കിലും നല്ല സോങ്സ് ആയിരുന്നു. എസ്പെഷ്യലി ദ ഫസ്റ്റ് സോങ് വേണുഗോപാലിന്റെ മോൻ ചെയ്തത് നല്ല മെലഡീസ് ആയിട്ട്. കുറെ നാളുകൾക്ക് ശേഷം ഇത്രയും നല്ലൊരു സോങ് കേൾക്കാനുള്ള ഇത് കിട്ടി. പിന്നെ രണ്ടാമത്തെ സോങ്ങും നല്ലതായിരുന്നു, ഒരു ഇച്ചിരി ഫോക്ക് സോങ് പോലെ. നന്നായിട്ട്, ഇറ്റ്സ് എ ഗുഡ് മൂവി. ഒരു പുതിയ ത്രെഡ് ഫീൽ ചെയ്തു, നമ്മളിതുവരെ കാണാത്തൊരു പുതിയ ത്രെഡ് ഫീൽ ചെയ്തു. കോമഡി ഉണ്ട് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിരുന്നു. മെസ്സേജ് അല്ല, ഒരു പുതിയ ത്രെഡാണ്, നമ്മൾ ആ ഒരു ഫീലിൽ എടുത്താൽ. ഭയങ്കര നല്ലതായിരുന്നു. അത്യാവശ്യം ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടെ മികച്ചു നിന്നത്. ഒരു പുതിയൊരു പ്രമേയം തന്നെയാണ്, മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തൊരു പ്രമേയം തന്നെയാണ്. വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലീഡ് കാസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ലീഡ് കാസ്റ്റ് ആണെങ്കിലും ഒരു പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഒരു പുള്ളിയുടെ അഭിനയമൊക്കെയാണ്. അത് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും, അത് പറയുന്നില്ല. അത് കണ്ട് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു പടം, ഫാമിലി എന്റർടൈനറാണ്. ഇത് ഫാമിലി ഏറ്റെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. നല്ല പടം, ഇഷ്ടപ്പെട്ട് എല്ലാം മൊത്തത്തിൽ എല്ലാ കുടുംബസമേതം കാണാൻ പറ്റിയ നല്ലൊരു ഫിലിമാണ്. ഫാമിലി ഇഷ്ടപ്പെട്ടത് അതിലെല്ലാം കോമഡി ആയാലും കഥയായാലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നമസ്കാരം, ഞാൻ കാത്തൊരു കല്യാണം എന്നുള്ള ഫിലിമിൽ ശ്രേയ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് സന്തോഷം. ഞങ്ങളിപ്പോൾ ഫിലിം കണ്ടിറങ്ങിയതേ ഉള്ളൂ. നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഫിലിമാണ്. അതിൻ്റെ മേക്കിംഗ് ആയാലും നല്ല 2 അടിപൊളി പാട്ടുകളുണ്ട്. എല്ലാവരും ആ പാട്ടും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. സിനിമ നല്ല സിനിമയാണ്. എക്സ്പീരിയൻസ് അതൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു തുടക്കമായിരുന്നു. മൊത്തത്തിലൊരു എന്താ, നമുക്ക് ലാഗ് അടിക്കത്തൊന്നുമില്ല. അതിലൊക്കെ തമാശകളും കൊച്ചു തമാശകളൊക്കെ ഉള്ള ഒരു സാധനമാണ്. അത് അതിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു എന്താ പറയുക, അത് ഒരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്യാത്തൊരു ട്വിസ്റ്റ് പോലെ എനിക്ക് തോന്നി. പക്ഷെ നല്ല ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്കുള്ള എല്ലാ ഇതും അതിനകത്തുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. അതിനെ ആദ്യം പറയട്ടെ, എന്റെ ശബ്ദത്തിനുടമയാണ് ഇത്. ഈ ഫിലിമില് അഭിനയിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ട് കാണാൻ. നല്ലൊരു ചെറിയ കുറച്ച് ഇതേ ഉള്ളൂ എങ്കിലും പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. അതിനനുസരിച്ച് എനിക്ക് ഡബ് ചെയ്യാനും പറ്റി. നായികയുടെ അമ്മ, അതായത് സുലോചന എന്നുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഈ സിനിമ. ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്നതാണ്.
നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം. കാത്തൊരു കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ കല്യാണത്തിന് എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായിരിക്കും എന്നുള്ളത്. അത് തീർച്ചയായും നിങ്ങൾ വന്ന് കല്യാണം കണ്ട് പങ്കെടുത്താൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു മൂവി, എല്ലാവരും വന്ന് കാണണം. നല്ല രസമുണ്ട്. നായികയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുമ്പം എൻ്റെ ഫസ്റ്റ് തിയേറ്റർ റിലീസാണ്. അപ്പം വളരെയധികം സന്തോഷം. മൂവി ഇറങ്ങി നല്ലൊരു ഫാമിലി മൂവിയാണ്. എല്ലാവരും വന്ന് കാണണം. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയ ഇടി അങ്ങനത്തെ ഒന്നും പ്രതീക്ഷിച്ച് വരണ്ട. അങ്ങനെയല്ല, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ ഒരു പ്രോബ്ലം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് സിനിമയുടെ മെയിൻ. അതെ, വരുന്ന പ്രേക്ഷകരോട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. ഇതൊരു ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമയാണ്. അപ്പം വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. അപ്പൊ കാണുന്നവർക്ക് ബോറടിക്കാതിരുന്ന് കാണാം. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രേമമാണ്. ഇതൊരു ഈ ഒരു ടൈപ്പിലുള്ള ഒരു കഥ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.